അപ്പോൾ എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് സയൻസിലെ കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇതും തൊഴിൽ വാർത്തയിൽ LP UPൻ്റെ മോഡൽ എക്സാം നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ള സയൻസ് ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാം. പരീക്ഷയ്ക്ക് വരുന്ന രീതിയിൽ തന്നെ എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കൂ കേട്ടോ. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യുൽപ്പന്ന യൂണിറ്റ് ഏത് എന്നാണ് ചോദ്യം. വ്യുൽപ്പന്ന യൂണിറ്റ് ഏതാണ് ആൻസർ വരിക? ന്യൂട്ടൺ ആണ് അല്ലേ. ബാക്കിയെല്ലാം എന്താണ്? അടിസ്ഥാന യൂണിറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുള്ളതിലുള്ളതാണ്. ന്യൂട്ടൺ ആണ് തന്നിരിക്കുന്നതിൽ വ്യുൽപ്പന്ന യൂണിറ്റ് വരുന്നത്. ഓക്കെ, അറിയാലോ, മീറ്റർ ദൂരത്തിൻ്റെ ആണ്, സെക്കൻഡ് സമയമാണ്, കിലോഗ്രാം ഭാരമാണ് അല്ലേ. ഓക്കെ, അടുത്തത് 21ാമത്തെ ചോദ്യം, അതായത് രണ്ടാമത്തെ ചോദ്യമാണ് കേട്ടോ. നമ്പർ നോക്കണ്ട. 21ാമത്തെ ചോദ്യം, ഒരു കല്ല് ലംബദിശയിൽ മുകളിലേക്ക് എറിഞ്ഞപ്പോൾ കയ്യിൽ നിന്ന് 8 മീറ്റർ ഉയർന്ന ശേഷം തിരികെ കയ്യിലെത്തുന്നു. കല്ല് തിരികെ കയ്യിലെത്തുമ്പോൾ കല്ലിനുണ്ടായ സ്ഥാനാന്തരം എത്ര? സ്ഥാനാന്തരമാണ് ചോദിച്ചിരിക്കുന്നത്. 8 മീറ്റർ, 16 മീറ്റർ, 0, 12 മീറ്റർ. ഇതാണ് ഓപ്ഷൻസ്. അപ്പം ശ്രദ്ധിക്കുക, എന്താ പറഞ്ഞത്? 8 മീറ്റർ എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് 8 മീറ്റർ എന്നൊക്കെ എഴുതാൻ തോന്നും. കാരണം ഇത് പോയിട്ട് തിരിച്ച് എവിടെ തന്നെ എത്തുന്നുണ്ട്? കയ്യിൽ തന്നെ എത്തുന്നുണ്ട്. അപ്പോൾ ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും സെയിം ആണല്ലോ. അപ്പോൾ ഏതാ ആൻസർ വരിക? 0 ആൻസർ വരിക. അടുത്ത ചോദ്യം, പദാർത്ഥത്തിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന SI യൂണിറ്റ് കിലോഗ്രാം, മോള്, ലിറ്റർ, കെൽവിൻ. ഏതാണ്? പദാർത്ഥത്തിൻ്റെ അളവ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ബി, മോൾ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഒരു നോട്ടിക്കൽ മൈൽ എന്നത് എത്ര കിലോമീറ്റർ ആണ്? ഓപ്ഷൻസ് നോക്കിക്കേ. ഒരു നോട്ടിക്കൽ മൈൽ ആൻസർ സി, 1.852 കിലോമീറ്റർ. 1.852 കിലോമീറ്റർ. ഓക്കെ, ഇത് ഓർത്ത് വെക്കണം. അതായത് 2ഉം 3ഉം 5, 5ഉം 3ഉം 8 അല്ലേ? അത് ഞാൻ ഇതിൻ്റെ ഒരു ഗ്യാപ്പ് പറഞ്ഞതാ, സംഖ്യകൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. 1.8 3 പോയാൽ 5, 5 3 പോയാൽ 2. ഓക്കെ, വെറുതെ ഒരു ഇത് പറഞ്ഞു തന്നേയുള്ളൂ, കണക്ഷൻ പറഞ്ഞതാണ് കേട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻ പോസ് ചെയ്തിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിച്ചാൽ മതിയേ. കാരണം ഞാൻ സ്പീഡിൽ ആൻസർ പറയുന്നുണ്ടല്ലോ. താഴെ കൊടുത്തവയിൽ കൂട്ടത്തിൽ പെടാത്തതേത്? പ്രവേഗം, ത്വരണം, വേഗം, സ്ഥാനാന്തരം. കൂട്ടത്തിൽ പെടാത്തതാരാ? ഓപ്ഷൻ സി, വേഗമാണ്. ബാക്കിയെല്ലാം എന്താണ്? സദിശ അളവുകളാണ് അല്ലേ. എന്നാൽ വേഗം സദിശ അളവാണോ? അല്ല, അദിശ അളവാണ്. ദിശ ചേർത്ത് പറയുന്നവയാണ് ഈ 3 പ്രവേഗം, ത്വരണം, സ്ഥാനാന്തരം ഒക്കെ ദിശ ചേർത്ത് പറയുന്നതാണ്. അതിനെ നമ്മൾ എന്ത് പറയും? സദിശ അളവുകൾ എന്ന് പറയും. എന്നാൽ ദിശ വേണ്ടാത്തതാണ് ഈ വേഗം അല്ലേ. ഓക്കെ, അടുത്തത് 10 മീറ്റർ സ്ക്വയർ പരപ്പളവിൽ 100 ന്യൂട്ടൺ ബലം ലംബമായി അനുഭവപ്പെടുന്നു. ഇവിടെ അനുഭവപ്പെടുന്ന മർദ്ദം എത്ര? അപ്പം 100 ന്യൂട്ടൺ, 10 ന്യൂട്ടൺ, 10 പാസ്കൽ, 1000 ന്യൂട്ടൺ. ഇതിൽ നിന്ന് നമുക്ക് ആൻസർ വേഗം കണ്ടുപിടിക്കാം. കാരണം നമ്മളോട് മർദ്ദമാണ് ചോദിച്ചത്. മർദ്ദത്തിൻ്റെ യൂണിറ്റാണ് ഇത്, പാസ്കൽ. പിന്നെ നമുക്കറിയാം മർദ്ദം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തിൻ്റെ അളവാണ് അല്ലേ മർദ്ദം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ യൂണിറ്റ് പരപ്പളവ് 10 തന്നിരിക്കുന്ന ബലം 100. 100 ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ എന്ത് കിട്ടും? 10 പാസ്കൽ എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ്. വൈദ്യുത ചാർജ് വോൾട്ടാണോ, കുളോം, ആംബിയർ, ഓം തന്നിട്ടുണ്ട്. വൈദ്യുത ചാർജാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ ബി, കുളോം ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, യഥാർത്ഥവും വസ്തുവിനേക്കാൾ വലുതുമായ പ്രതിബിംബം ലഭിക്കാൻ ഉപയോഗിക്കേണ്ട ദർപ്പണം. യഥാർത്ഥവും വസ്തുവിനേക്കാൾ വലുതുമായ പ്രതിബിംബമാണ് നമുക്ക് കിട്ടേണ്ടത്. ഓപ്ഷൻ എ, കോൺവെക്സ് ദർപ്പണം, കോൺകേവ് ദർപ്പണം, സമതല ദർപ്പണം. ഇവയൊന്നും അല്ല. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, കോൺകേവ് ദർപ്പണമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 ലാൻഡർ
ചന്ദ്രനിൽ ഇറങ്ങിയത് എന്ന്? ചന്ദ്രയാൻ 3 അതിലെ ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ്? 2023 ഓഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയത്. 29 താഴെ കൊടുത്തവയിൽ മോണോമർ ഏതെന്നാ ചോദ്യം. മോണോമർ അന്നജം, പ്രോട്ടീന്, റബ്ബർ, അമിനോ ആസിഡ്. ഏതാണ് മോണോമർ? ഓപ്ഷൻ ഡി അമിനോ ആസിഡ്. ഓക്കെ. അടുത്തത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂല് ലിനൻ ആണോ, റയോൺ ആണോ, നൈലോൺ, പോളിസ്റ്റർ? ഏതാ? നൂലാണ്, അതുകൊണ്ട് നൈലോൺ ആണ്. കൃത്രിമ നൂല് നൈലോൺ, കൃത്രിമ നാര് റയോൺ. ഓക്കെ. അടുത്ത ചോദ്യം താഴെ കൊടുത്തവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? 1 ഐസോപ്രീൻ തന്മാത്രകൾ ചേർന്നിട്ടുള്ളതാണ് ഏത്? റബ്ബർ. 2 ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് നൈലോൺ. 3 നിയോപ്രിൻ പ്രകൃതിദത്ത റബ്ബറാണ്. 4 PVC ഒരു തെർമോ പ്ലാസ്റ്റിക് ആണ്. ഇതിൽ എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ശരിയായതാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം ഐസോപ്രീൻ തന്മാത്രകൾ ചേർന്നുണ്ടായിട്ടുള്ളതാണ് റബ്ബർ. ശരി. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് നൈലോൺ ആണ്. തെറ്റ്. നൈലോൺ നമ്മൾ കൃത്രിമ നൂല് പഠിച്ചില്ലേ. നിയോപ്രിൻ പ്രകൃതിദത്ത റബ്ബറാണ്. തെറ്റ്. നിയോപ്രിൻ കൃത്രിമമാണ് അല്ലേ. ആദ്യത്തെ കൃത്രിമ റബ്ബറാണ് നിയോപ്രിൻ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് 2, 3 തെറ്റ്. 4 PVC ഒരു തെർമോ പ്ലാസ്റ്റിക് ആണ്. ശരിയാണ്. അപ്പം 1, 4 ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ. ഓപ്ഷൻ ബി 1, 4 എന്നിവ ശരിയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം. മാലിയബിലിറ്റി ആരാ? പ്ലാറ്റിനം, സ്വർണം, ചെമ്പ്, ലിഥിയം. ഓപ്ഷൻ ബി സ്വർണമാണ് ശരിയായ ഉത്തരം. മാലിയബിലിറ്റി ഏറ്റവും കൂടിയത് സ്വർണമാണ്. അടുത്ത ചോദ്യം 31ാമത്തെ ചോദ്യമാണ്. 33 കേട്ടോ. താഴെ കൊടുത്തവയിൽ ഏത് മൂലകമാണ് പോസിറ്റീവ് അയോൺ ആവുക? പോസിറ്റീവ് അയോൺ സോഡിയം, ക്ലോറിൻ, ഓക്സിജൻ, CO3. ആരാണ് പോസിറ്റീവ് അയോൺ ആവുന്നത്? എണ്ണയാണ്, സോഡിയമാണ് കേട്ടോ. സോഡിയമാണ് പോസിറ്റീവ് അയോൺ ആവുക. അടുത്തത് രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം. അരിക്കൽ, ക്രൊമാറ്റോഗ്രഫി, അംശിക സ്വേദനം, സെൻട്രിഫ്യൂഗേഷൻ. രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ. ആൻസർ ഓപ്ഷൻ ബി ക്രൊമാറ്റോഗ്രഫി. ഓക്കെ. അടുത്തത് പദാർത്ഥത്തിൻ്റെ 6ാമത്തെ അവസ്ഥ. ശ്രദ്ധിക്കുക, 6ാമത്തെ അവസ്ഥയാണ്. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്. അപ്പോൾ 6ാമത്തത് ഏതാ വരിക? ഓപ്ഷൻ സി ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഓക്കെ. 36 ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ബാഹ്യതമ ഷെല്ലിൽ കേട്ടോ. എത്രയാണ് ആൻസർ വരിക? ഓപ്ഷൻ സി 8 ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി 8. 37 ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഐസോട്ടോപ്പ്. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഏതാ? അതെ, ഡ്യൂട്ടീരിയമാണ് ശരിയായ ഉത്തരം. ഡ്യൂട്ടീരിയം. ഓക്കെ. ഇത് 3 ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് അല്ലേ. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഇതിൽ നമ്മൾ ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്നത് ഡ്യൂട്ടീരിയമാണ്. 38 പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന വർണ്ണകം ഏത്? പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന വർണ്ണകം. കരോട്ടിൻ, ഹരിതകം എ, ഹരിതകം ബി, സാന്തോഫിൽ. ഏതാണ് നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്നത്? ഹരിതകം എ ആണ് കേട്ടോ. 39 പ്രകാശ സംശ്ലേഷണത്തിൽ ഓക്സിജൻ ഉണ്ടാകുന്നത് ഏത് ഘടകത്തിൻ്റെ വിഘടനത്തിലൂടെയാണ്? ഗ്ലൂക്കോസ്, ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, ഹരിതകം. ഏതിലൂടെയാണ് ഓക്സിജൻ ഉണ്ടാകുന്നത്? ജലത്തിൻ്റെ വിഘടനത്തിലൂടെ കേട്ടോ. ജലത്തിൻ്റെ വിഘടനത്തിലൂടെയാണ്. 40 ആഹാരത്തിലെ പോഷക ഘടകങ്ങളുടെ ആഗിരണം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ്? ആഗിരണമാണ് ചോദിച്ചത്. ആഗിരണം എവിടെ വെച്ച് ആരംഭിക്കുന്നത്? അതെ,
ചെറുകുടലിൽ വെച്ചിട്ടാണ് ആഗിരണം ആരംഭിക്കുന്നത്. 41 ട്രിപ്സിൻ ഏത് പോഷക ഘടകത്തെയാണ് ദഹനത്തിന് വിധേയമാക്കുന്നത്? ട്രിപ്സിൻ പ്രോട്ടീൻ അല്ലേ, പ്രോട്ടീൻ ആണ് ഉത്തരം. ലോക ഹൃദയ ദിനം എന്നാണ്? ലോക ഹൃദയ ദിനം എല്ലാം 29 തന്നിട്ടുണ്ട്. ഓഗസ്റ്റ് ആണോ, സെപ്റ്റംബർ ആണോ, ഒക്ടോബർ ആണോ, നവംബർ ആണോ ഹൃദയ ദിനം? സെപ്റ്റംബർ 29. ഓക്കെ. 43 താഴെ കൊടുത്തവയിൽ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടാത്ത ലഘുപോഷകം. രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടാത്തത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്. ഏതാണ്? ഓപ്ഷൻ ഡി, ഫാറ്റി ആസിഡാണ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടാത്ത ലഘുപോഷകം. 44 താഴെ കൊടുത്തവയിൽ വിസർജന അവയവം അല്ലാത്തത് ഏത്? വിസർജന അവയവം. ശ്വാസകോശം, ത്വക്ക്, ആമാശയം, വൃക്ക. ഇതിലേതാ കൂട്ടത്തിൽ പെടാത്തത്? ആമാശയം അല്ലേ. ബാക്കിയെല്ലാം വിസർജന അവയവമല്ലേ. ശ്വാസകോശം, ത്വക്ക്, വൃക്കയൊക്കെ വിസർജന അവയവമാണ്. 45 കഠിനാധ്വാനത്തിൽ ഏർപ്പെടുമ്പോൾ പേശീകോശങ്ങളിൽ രൂപപ്പെടുന്ന ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഏതാണ്? ലാക്റ്റിക് ആസിഡാണ്. ഓപ്ഷൻ സി, ലാക്റ്റിക് ആസിഡാണ് ശരിയായ ഉത്തരം. ഓക്കെ. അപ്പം നമ്മൾ ഒരു പരീക്ഷയ്ക്ക് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വരും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കിനി അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും എത്ര മാർക്ക് കിട്ടിയെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഇനി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പഠിക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.